ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് എങ്ങനെയാണ് ചിക്കൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ്. കട്ട് ചെയ്ത് വെച്ച ചിക്കൻ നമുക്കിതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വെന്തിട്ടുണ്ടാവും ചിക്കൻ. ചിക്കൻ മാത്രം മാറ്റിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ചിക്കൻ മാറ്റാം. എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് പതുക്കെ ഇത് ചിക്കൻ ചെറിയ ചെറിയ പീസുകളായി പിടിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം വിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്കിത് കത്തി കൊണ്ട് ഇതുപോലെ ചെറുത് പൊടിയായി അരിയാവുന്നതാണ്. ഞാൻ ഫോർക്കാണ് ഉപയോഗിച്ചെന്നുള്ളൂ. ഇനി നമുക്കിതിനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം 4 വെളുത്തുള്ളി, 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 2 സവാള പൊടിയായി അരിഞ്ഞത്. ഇനി നമുക്ക് കടായി ചൂടാക്കാൻ വയ്ക്കാം. കടായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. വെളിച്ചെണ്ണതിനെക്കാട്ടിയും നല്ലത് വെജിറ്റബിൾ ഓയിലായിരിക്കും. നമുക്കതിലേക്ക് ഇനി വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അപ്പോഴത്തേക്കും ഇഞ്ചിയും കൂടി ചേർക്കാം. ഇനി നമുക്ക് മുളകാണ് ചേർക്കുന്നത്. ഇനി ബാക്കിയുള്ള സവാളയും കൂടി ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. ഞാൻ നേരത്തെ പറയാറുള്ള പോലെ ഉപ്പ് പെട്ടെന്ന് സവാള വേവാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് സവാള നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത ശേഷം നമുക്ക് സവാളയിലേക്ക് ഇത് യോജിപ്പിക്കാം. മസാല എല്ലാം മൊരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ചേർക്കാം. ഇതിൻ്റെ കൂടെ ഒരു തക്കാളി ഞാൻ ചേർക്കുന്നുണ്ട്. തക്കാളി ചേർത്ത ശേഷം നമുക്കിത് മസാലയിലേക്ക് യോജിപ്പിക്കാം. മസാലയിലേക്കെല്ലാം യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഇത് വേവിക്കാം. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. തക്കാളി എല്ലാം ഉടഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡെലീഷ്യസ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.